ഹായ് ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ യൂണിറ്റ് 1 ബോൺസ് ഓഫ് ലൈഫിലെ 3ാമത്തെ ചാപ്റ്ററായ ലിറ്റിൽ തിങ്സ് മാറ്റർ. ലിറ്റിൽ തിങ്സ് മാറ്ററിലെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ലിറ്റിൽ തിങ്സ് മാറ്ററിൻ്റെ 3ാമത്തെ ക്ലാസ് പാർട്ട് 3 ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്റ്റോറി, അതിൻ്റെ മലയാളം, സെക്കൻഡ് പാർട്ടിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, തേർഡ് പാർട്ടിൽ ആക്ടിവിറ്റീസ്, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് 3ാമത്തെ പാർട്ടാണ്. എല്ലാവരും ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും ആവശ്യമുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഉത്തരങ്ങൾ നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷിന് മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ലിറ്റിൽ തിങ്സ് മാറ്റർ, അതിലെ ആക്ടിവിറ്റീസ് APJ അബ്ദുൽ കലാം സാറിൻ്റെ ആണ്. ആദ്യം തന്നെ ലെറ്റ്സ് റിവൈൻഡ് ആണ്. അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ഗോ ത്രൂ ദ പാസേജ് ആൻഡ് ചൂസ് ദ മോസ്റ്റ് സൂട്ടബിൾ ഓഫ് ദ ഓപ്ഷൻസ് ഗിവൺ ആണ്. തന്നിരിക്കുന്നതിൽ ശരിയായ ഓപ്ഷൻസ് മാത്രം എടുത്ത് എഴുതിയാൽ മതിയാകും നിങ്ങൾ. ആദ്യ ചോദ്യം വരുന്നത്, വാട്ട് മോട്ടിവേറ്റഡ് അബ്ദുൽ കലാം ടു ടേക്ക് ഓൺ ദ ന്യൂസ് പേപ്പർ ഡെലിവറി? ആൻസർ, to help and support his family. Second, what do you think was the biggest challenge Abdul Kalam faced as a newspaper delivery boy? Answer, the need to balance work and learning. Third question, what was the major effect of World War II on Kalam's family? They had to ration food. Fourth question, what important skill did Kalam develop by newspaper delivery? Time management. അപ്പോൾ 4 ഉത്തരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ 4 ആൻസേഴ്സ്. നെക്സ്റ്റ്, revisit the story and respond to the following questions ആണ്. ആദ്യ ചോദ്യം, what did Kalam's mother do to support him in his daily routine? കലാമിൻ്റെ ദൈനംദിന റുട്ടീനിൽ സഹായിക്കാൻ അമ്മ എന്താണ് ചെയ്തത്? Kalam's mother supported him greatly in his daily routine. She used to wake up very early before Kalam while it was still dark. കലാമിന് മുമ്പ് എഴുന്നേക്കുമായിരുന്നു, നല്ല ഇരുട്ടുണ്ടാവും, അപ്പോൾ എഴുന്നേക്കും. She would get his bath ready so he could go for his early morning tuition. അവനെ റെഡിയാക്കും, വേഗം അവനെ റെഡിയാവാനുള്ള അതായത് കുളിക്കാനുള്ള ഇതൊക്കെ, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി കൊടുക്കും. ട്യൂഷന് പോകാൻ റെഡിയാക്കും. ഷി ഓൾവേസ് മെയ്ഡ് ഷുവർ ദാറ്റ് ഹി ഏറ്റ് എവറി മോസൽ ഓഫ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ഹി ലെഫ്റ്റ് ഫോർ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തും. ഓൾദോ ഷി ഓഫൻ വറീഡ് അബൌട്ട് ഹിസ് ഹാർഡ് വർക്ക്, ഷി വാസ് ഓൾസോ സീക്രട്ട്ലി പ്രൗഡ് ഓഫ് ഹിം. അവൻ്റെ ആ കഠിനാധ്വാനം കണ്ടിട്ട് അവർക്ക് വിഷമമാവുന്നുണ്ടെങ്കിലും സീക്രട്ട്ലി അവർ പ്രൗഡാണ്, അവന് അഭിമാനമുണ്ട്. അടുത്ത ചോദ്യം, കലാം ബാലൻസ്ഡ് ഹിസ് വർക്ക് ആൻഡ് സ്കൂൾ പ്ലേയിങ് ഹിസ് പാർട്ട് ഇൻ എ വേ ദാറ്റ് ട്രൂലി മാറ്റേർഡ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ചിൽഡ്രൻ ഇവോൾവിംഗ് ഇൻ ടു റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി? അപ്പോൾ കലാം ആ ഒരു 8 വയസ്സ് പ്രായത്തിലും സ്കൂളിൽ പോകണം, കളിക്കണം, അതുപോലെ ആ ജോലിയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ഈ ചെറിയൊരു കുട്ടി വളർന്നു വരുന്നത് ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടായിരിക്കണം? തീർച്ചയായിട്ടും ആയിരിക്കണം. ഇറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ. വെൻ ചിൽഡ്രൻ ഇവോൾവ് ഇൻ ടു റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, വെൻ ചിൽഡ്രൻ ടേക്ക് ഓൺ സ്മോൾ റെസ്പോൺസിബിലിറ്റീസ് അക്കോർഡിംഗ് ടു ദെയർ ഏജ്, ഇറ്റ് ടീച്ചസ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്കിൽസ് ലൈക്ക് ഹാർഡ് വർക്ക്, ഡിസിപ്ലിൻ ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. ലൈക്ക് കലാം, they feel proud and happy that they are able to help and support their family. This prepares them to become good citizens in the future. However, it is also important to ensure that these responsibilities do not harm their education or take away their childhood. അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ തന്നെയാണ് കുട്ടികൾ വളർന്നു വരേണ്ടത്. പക്ഷെ ഒരിക്കലും അവരുടെ ആ ഒരു ബാല്യമോ അല്ലെങ്കിൽ അവരുടെ പഠനമോ അഫക്റ്റ് ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. അതെല്ലാം കണ്ടിന്യൂ ചെയ്യും വേണം, നമ്മൾ റെസ്പോൺസിബിലിറ്റി ചെയ്യും വേണം. അടുത്തത്, ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് ആണ്. നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത് ഒരു ലെറ്ററാണ്. അതായത് APJ അബ്ദുൽ കലാം ഡിവിഷണൽ മാനേജർ, സദേൺ റെയിൽവേയിലെ ഡിവിഷണൽ മാനേജർക്ക് എഴുതുന്ന ഒരു ലെറ്ററാണ്. എന്താണ് മാറ്റർ? അതായത് രാമേശ്വരത്ത് ഇപ്പോൾ ട്രെയിനിൽ സ്റ്റോപ്പില്ല, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ എഗൈൻ അവിടെ സ്റ്റോപ്പ് റീഇൻസ്റ്റേറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് കലാം എഴുതുന്ന ഒരു ലെറ്ററാണിത്. സോ നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങളും ഇതുപോലൊരു ലെറ്റർ എഴുതണം. നമുക്ക് എഴുതേണ്ട കാര്യം എന്താ? ദ റോഡ് ടു മസൂറി വാസ് ബ്ലോക്ക്ഡ് ഡ്യൂ ടു ദ ലാൻഡ് സ്ലൈഡ് ആൻഡ് ദ പാസഞ്ചേഴ്സ് ഹാഡ് ടു ഫേസ് എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്പ്. മസൂറിയിലേക്കുള്ള റോഡ് മണ്ണിടിഞ്ഞിട്ട് ബ്ലോക്ക് ആയിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ കാരണം റോഡ് ബ്ലോക്കായി. അപ്പോൾ ഒരു പാസഞ്ചർ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് എഴുതുകയാണ്, ആ റോഡിലത്തെ മണ്ണൊക്കെ മാറ്റി റോഡ് ക്ലിയർ ചെയ്ത് തരണമെന്ന്. ആ ലെറ്ററാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഫ്രമും ടൂവും വെക്കണം. നമ്മളിവിടെ ഫ്രം കൊടുത്തത് ഞാൻ രേഷ്മ എന്ന് പേര് കൊടുത്തു, മസൂറി ഉത്തരാഖണ്ഡ് ഡേറ്റ് കൊടുത്തു. ടു ആർക്കാണ്? ടു ദ റീജിയണൽ മാനേജർ, റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, മസൂറി ഉത്തരാഖണ്ഡ്. റെസ്പെക്റ്റഡ് സർ, മാഡം,
സബ്ജക്റ്റ് എന്താ? റിക്വസ്റ്റ് ടു ക്ലിയർ റോഡ് ബ്ലോക്കേജ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ് ഓൺ ദ 9 മസൂറി റൂട്ടാണ്. I am a resident of 9 village and a regular traveler on the route to Mussoorie. I am writing this letter to bring to your immediate attention into a major problem that has affected hundreds of people in our area. ഞാൻ 9 വില്ലേജിലെ ഒരു റെസിഡൻ്റ് ആണ്. ഞാനൊരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ ലെറ്റർ എഴുതുന്നത്. മസൂരിയിലേക്കുള്ള റോഡ് ലാൻഡ് സ്ലൈഡ് കാരണം ബ്ലോക്ക് ആയിരിക്കുകയാണ്. On March 8, a massive landslide occurred on the main road connecting our village to Mussoorie. മാർച്ച് 8 തീയതിയാണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഡ്യൂ ടു ദിസ് ദ റോഡ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ്. അത് കാരണം റോഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കാണ്. ആൻഡ് ഓൾ ട്രാഫിക് ഹാസ് സ്റ്റോപ്പ്ഡ്. ട്രാഫിക്കും ഇപ്പം ഇല്ല, വണ്ടിയും പോകാൻ പറ്റുന്നില്ല. ദിസ് ഹാസ് കോസ്ഡ് ഇമ്മൻസ് ഹാർഡ്ഷിപ്പ് ഫോർ ദ പാസഞ്ചേഴ്സ് ഇൻക്ലൂഡിംഗ് എൽഡർലി പീപ്പിൾ, വിമൻ ആൻഡ് ചിൽഡ്രൻ ഹു ആർ നൗ സ്ട്രാൻഡഡ്. ദിസ് റോഡ് ഇസ് ദ മെയിൻ കണക്ഷൻ ഫോർ us to get essential goods and services. Therefore, on behalf of all the residents and travelers, I request you to take immediate action to clear the landslide debris and reopen the road as soon as possible. Your prompt action will bring great relief to everyone affected. Thank you. Yours faithfully, Reshma. Okay. അപ്പോൾ എത്രയും പെട്ടെന്ന് റോഡിലെ മണ്ണ് മാറ്റി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ലെറ്റർ എഴുതേണ്ടത്. നിങ്ങൾക്കിത് ചെറുതാക്കാം, ലെങ്തി ആയിട്ട് എഴുതാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, പക്ഷെ മാറ്റർ ഉണ്ടായിരിക്കണം. അടുത്ത ആക്ടിവിറ്റി Shamsuddin offers young Kalam the job of collecting and distributing newspapers from railway station. He readily agrees to this. Write the likely conversation between them. അപ്പോൾ ഷംസുദ്ദീൻ കലാമിന് ആ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യേണ്ട ജോലി കൊടുക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ആണ്. ഷംസുദ്ദീൻ: കലാം, ഐ എം ഇൻ ട്രബിൾ, ഐ തിങ്ക് യു ക്യാൻ ഹെൽപ്പ് മീ. ഞാനൊരു പ്രോബ്ലത്തിലാണ്, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. കലാം: ഷുവർ ബ്രദർ, വാട്ട് ഇസ് ദ മാറ്റർ? തീർച്ചയായും, എന്താണ് കാര്യം? ഷംസുദ്ദീൻ: യു നോ ദ ട്രെയിൻ ഡസൻറ്റ് സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ എനിമോർ ബിക്കോസ് ഓഫ് ദ വാർ. ദിസ് ഹാസ് മെയ്ഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ദ ന്യൂസ് പേപ്പർ ബണ്ടിൽസ്. നിനക്കറിയാലോ, രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല യുദ്ധം കാരണം. സോ അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. കലാം: ദെൻ ഹൗ വിൽ വി ഗെറ്റ് ദ പേപ്പേഴ്സ്? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പേപ്പർ കിട്ടുക? ഷംസുദ്ദീൻ: ഐ ഹാവ് എ പ്ലാൻ. എനിക്കൊരു പ്ലാൻ ഉണ്ട്. ദ ബണ്ടിൽസ് വിൽ ബി ത്രോൺ ഔട്ട് ഫ്രം ദ മൂവിംഗ് ട്രെയിൻ ഓൺ ടു ദ പ്ലാറ്റ്ഫോം. ഐ നീഡ് എ ക്വിക്ക് ആൻഡ് റെസ്പോൺസിബിൾ ബോയ് ടു റൺ ആൻഡ് കളക്ട് ദം ആസ് സൂൺ ആസ് ദേ ലാൻഡ്. ഐ ക്യാൻ ഓൾസോ പേ യു ഫോർ ദിസ് വർക്ക്. അപ്പോൾ എനിക്കൊരു ഒരു കുട്ടിയെ വേണം, ഒരു ബോയെ വേണം. എന്തിന്? ആ ട്രെയിനിൽ നിന്ന് ബണ്ടിൽ പുറത്തേക്ക് എറിയുന്ന ആ മൊമെൻറ്റിൽ തന്നെ അത് പോയി കളക്ട് ചെയ്യാനുള്ള ഒരു ബോയാണ് എനിക്ക് വേണ്ടത്. ഞാൻ അതിന് പേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് നീയാണെന്ന് പറയുമ്പോൾ, ഓ റിയലി, ഐ വിൽ ഡു ദ വർക്ക് ബ്രദർ എന്ന് പറയും കലാം. ഷംസുദ്ദീൻ: ഓക്കെ ഡിയർ, ബി റെഡി ടുമോറോ മോർണിംഗ് ദെൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ജോബ്. നാളെ രാവിലെ നീ റെഡി ആയിരിക്കോളൂ, ഇത് വലിയ ഇമ്പോർട്ടൻറ്റ് ജോബ് ആണെന്ന് പറയും. അപ്പോൾ കലാം: ഐ വിൽ ബി ദർ, താങ്ക് യു ബ്രദർ. ഞാൻ അവിടെ ഉണ്ടാവും, താങ്ക് യു പറയാണ്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് എന്നുള്ള ആക്ടിവിറ്റിയിൽ ലിറ്റിൽ തിങ്സ് മാറ്ററിൽ തന്നെയാണ്. ഷംസുദ്ദീൻ ഹാഡ് എ ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ മീ ആൻഡ് എൻകറേജ്ഡ് മീ ഇൻ സോ മെനി വേസ് ദാറ്റ് ഹി ബിക്കേം എ ഗൈഡിംഗ് ലൈറ്റ് ഫോർ മീ. വാട്ട് കുഡ് ബി ദ മീനിങ് ഓഫ് ഗൈഡിംഗ് ലൈറ്റ് ഇൻ ദിസ് കോണ്ടസ്റ്റ്? ഡിസ്കസ്. ഗൈഡിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു അഡ്വൈസ് മീൻസ് എ പേഴ്സൺ ഹു ആക്ട് എസ് എ റോൾ മോഡൽ ആൻഡ് ഗിവ്സ് അഡ്വൈസ് ആൻഡ് ഇൻസ്പിറേഷൻ ടു ഷോ സംവൺ ദ റൈറ്റ് പാത്ത് ഇൻ ലൈഫ്. വാട്ട് ഡു വി കോൾ സച്ച് ഫ്രേസസ്? ഇഡിയംസ് ആണ്. ഇഡിയംസ് എന്താണെന്ന് താഴെയുണ്ട്. അടുത്തത് മാച്ച് ചെയ്യാനാണ്. കീപ്പ് ആൻ ഐ ഔട്ട് മാച്ച് ചെയ്യേണ്ടത്. ടു വാച്ച് കെയർഫുള്ളി ഫോർ സംതിങ് ഓർ സം വൺ ടു അപ്പിയർ. സ്റ്റേ ഇൻ ടച്ച്, സ്റ്റേ കണക്റ്റഡ്. കീപ് വൺസ് വേർഡ്സ്, ടു ഡു വാട്ട് വൺ പ്രോമിസ്ഡ്. ഇനി നമുക്ക് സി ഇത് വെച്ചിട്ട് ഈ 3 എണ്ണം ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. ആദ്യത്തെ ഡാഷിൽ കൊടുക്കേണ്ടത് സ്റ്റേ ഇൻ ടച്ച് ആണ്. രണ്ടാമത്തെ ഡാഷിൽ കീപ്പ് ആൻ ഐ ഔട്ട്. കീപ് വൺസ് വേർഡ് ആണ് കേട്ടോ, ദെയർ വേർഡ് വേണ്ട, വൺസ് വേർഡ് എന്നാക്കിക്കോളൂ. ആൻഡ് അറൈവ്ഡ് ഓൺ ടൈം. അപ്പം ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് ബ്രോക്ക് ഔട്ട്. ആക്ടിവിറ്റി 2-ലെ എ ക്വസ്റ്റ്യൻ ആൻസർ. ബ്രോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് സഡൻലി എന്നാണ് മീനിങ് വരെ, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് അർത്ഥം കേട്ടോ. ഇനി ബി നോക്കൂ. നിങ്ങൾക്ക് കുറച്ച് ഫ്രേസൽ വെർബുകൾ തന്നിട്ട് ലുക്ക് ഫോർവേഡ് ടു, ഹാങ് ഇൻ, ക്യാരി ഓൺ, ടോസ് ഔട്ട്, പോർ ഓവർ. അത് നിങ്ങൾ താഴെ തന്നിരിക്കുന്ന ഒരു ഡയറിയാണ്, അതിൽ ഫില്ല് ചെയ്യണം. നമുക്കത് വായിച്ചുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഡയറി ആകുമ്പോൾ ഇയർ, മന്ത്, ഡേറ്റ് കൊടുത്തു, സാറ്റർഡേ എന്ന് കൊടുത്തു. ഇറ്റ് ഇസ് എ വണ്ടർഫുൾ ഡേ ഇൻഡീഡ്.
As always, I look forward to reaching the railway station as early as possible. I knew that the bundles of newspapers would be tossed out of the moving train and I had to catch them. I know it is not easy for a child of 8 like me, but I will do it. I can't complain. I will have to hang in somehow. It is my responsibility to help my parents. I can't contribute much, but the little that I do matters. I think I will have to carry on and play my part. Moreover, after distributing all the newspapers, just to pore over the news is great fun and a means of acquiring knowledge. Oh God, let me always have the strength to help my parents. ഇതാണ് ആ ഡയറി. സോ ഇത്രയുമാണ് നമ്മുടെ ആക്ടിവിറ്റീസ് വരുന്നത്. ആക്ടിവിറ്റീസ് ആൻഡ് ക്ലാസ്സസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഞങ്ങൾ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. തുടർന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.